ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാട്ടോ. അപ്പോൾ എനിക്കിത് തന്നെയാണോടെ പണി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയൊന്നും ചെയ്യണ്ട. എനിക്ക് എന്തെങ്കിലും പരിപാടികൾ വരുന്ന സമയത്ത് പുതിയ കോസ്റ്റ്യൂം എടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രൊഫഷണലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തേതാണ് ഇപ്പം സ്പെഷ്യലായിട്ട് ഇപ്പം ഡ്രസ്സൊക്കെ എടുക്കേണ്ട പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഒരു ചാനലുകാർക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഏതിലെങ്കിലും യൂസ് ചെയ്ത ഡ്രസ്സാണ് അതിൽ ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കമൻറ്റ് വരും, ഇവൾക്കൊന്നും ഇടാനില്ലടേ, ഇവൾക്ക് ഇതേ ഉള്ളൂ ഇടാൻ എന്നൊക്കെ. പക്ഷെ നമ്മൾ ആകെ ഒരു തവണയൊക്കെ യൂസ് ചെയ്ത ഡ്രസ്സായിരിക്കും നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇടുന്നത്. പക്ഷെ എന്നാൽ പോലും കമൻറ്റുകൾ അങ്ങനെയല്ല വരിക, വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വരിക. ഇട്ട കോസ്റ്റ്യൂം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിടാൻ ഒഴിവില്ലാത്തൊരവസ്ഥയാണ് എന്നെയൊക്കെ സംബന്ധിച്ചുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിനും ഏതിനും എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ എടുത്തു കൂട്ടുന്ന ഡ്രസ്സൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് വിടാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ട, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഈ ജെന്യൂനാണ് എന്ന് തോന്നുന്ന അവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ. അത് കരുണേട്ടനാണ്. കരുണേട്ടാ ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ അത് കരുണേട്ടനാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് എനിക്ക് ജെന്യൂനാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ എന്താക്കും, ആ ഡ്രസ്സ് ഞാൻ കൊടുക്കാറുണ്ട്. ജെന്യൂനാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. കോഴിക്കോടേക്കാണ് പോകുന്നത്, സംഗീതത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബസ്സിനാണ് പോകുന്നത്. ഉള്ളേരി തെറ്റോളം അരുണുണ്ടാവും. ഉള്ളേരിന്ന് ബസ് കയറിയിട്ടാണ് പോകുന്നത്. ഉള്ളിയിൽ ബസ് കയറാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. ഓക്കെ, ബാക്കി വിശേഷങ്ങളും വിവരങ്ങളൊക്കെ കോഴിക്കോട് എത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഏതാ ഡ്രസ്സ് എടുക്കുന്നത്, എങ്ങനത്തെ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് വലിയ പ്ലാനില്ല കേട്ടോ. ധാവണിയോ ഇവിടെ ഉണ്ട്, 2 3 കണ്ട്. അപ്പോൾ ധാവണി വേണ്ടാന്ന് വിചാരിച്ചു, ചുരിദാർ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, എടേ ഞാനുണ്ടടേ, എന്നെ കൂട്ടാണ്ട് വണ്ടിമ കയറി കുത്തിരുന്നേ. അപ്പം എന്നാൽ ഗൈസ് കണ്ടോ, ഇപ്പം ദേഷ്യം പിടിക്കും. അതുകൊണ്ട് ബൈ പറയുന്നില്ല. ബാക്കി വിശേഷങ്ങൾ പിന്നെ വരാട്ടോ. ഇങ്ങനെ കോഴിക്കോട് കണ്ണട എന്തായിരിക്കുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. കണ്ണുന്നുണ്ടെന്നറിയില്ല, കാറ്റടിക്കുമ്പോൾ വെള്ളം വരുന്നു. സംഗീതത്തിലേക്ക് നടക്കുക. അങ്ങനെ സംഗീതത്തിലെത്തി ഡ്രസ്സ് നോക്കൽ തുടങ്ങിയിട്ടോ. ആദ്യം ഇട്ട് നോക്കിയ ഒരു ഡ്രസ്സ് ഇതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റാണ്, നല്ല ഹെവി വർക്കൊക്കെ ആയിട്ടാണുള്ളത്. പക്ഷേ എനിക്ക് എന്തോ ഒരു 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 ഇഷ്ടക്കേട് പോലെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമതിട്ട് നോക്കിയത് ഇതാണ്. ഇത് സെയിം വേറൊരു കളർ കോമ്പിനേഷനിൽ വേറെ ഇതേപോലെ സ്കേർട്ടും ടോപ്പും ഓവർ കോട്ടും ആയിട്ടുള്ളതൊന്ന് നിലവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത് വേറൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് ഇതാണ്. അപ്പോൾ ഇതിൽ 3 ഏതാണ് ഞാൻ എടുത്തത് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് സമയമുണ്ട്, ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഗസ് ചെയ്തിട്ട് വേഗം കമൻ്റ് ഇടി ഞാൻ ഏതാണ് എടുത്തത് എന്നുള്ളത്, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാവേ. ഡ്രസ്സ് എടുത്ത് വന്നു. ഏതാ ഡ്രസ്സ് എടുത്തതെന്നൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് സാവധാനം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചെറിയൊരു സ്വപ്നം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടത്തിലാണ് ലവൻ. അവൻ ആ ഒരു നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ എൻ്റെ ആധാർ കാർഡും നമ്പറും തമ്മിൽ OTP വരുന്നില്ല.
ആ ഒരു കാരണം കൊണ്ട് ആരോ നമ്പറല്ല, പണ്ടത്തെ എൻ്റെ ഏതോ ഒരു നമ്പർ കൊടുത്തതാണ്. അപ്പം അതുകൊണ്ട് എന്തായി, എനിക്ക് ആ ഒരു സ്വപ്നത്തിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ വൈകി വരികയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അക്ഷയ പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയ പാടക്ക് ഉള്ളിലിരുന്ന് ഇവൻ തന്നെ ബൈക്കിൽ തന്നെ വീട്ടിലേക്ക് എത്തിച്ച് തന്നു കേട്ടോ. വീട്ടിലെത്തിയ പാടക്ക് ഒരു കട്ടനും കുടിച്ചു. നേരെ ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് റെഡിയാക്കി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഏതാണ് ഡ്രസ്സ് എടുത്തതെന്നുള്ളത്. എനിക്ക് 31-ാം തീയതി ആയിരുന്നു ഷൂട്ട് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കൂടി 4-ാം തീയതിയേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോസ്റ്റ്യൂം എടുക്കണം. ഇനിയിപ്പോൾ അതിനല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ഒന്നുമില്ല, ഗുരുവായൂരപ്പം പെടാനും ഒക്കെ കോസ്റ്റ്യൂം ആവശ്യമാണ്. പാട്ട് പാടല്ലേ ഇഷ്ടമാണ്, കോപ്പിറൈറ്റ് വരും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഏത് വഴിക്ക് വന്നോനാ? അല്ല, നിന്റെ ജനനം എങ്ങനെയാ ചോദിച്ചതാ. പിന്നെ അപ്പം അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, എന്തോന്ന് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ജനനം ഒരേ മാതിരി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നിൻ്റേതോ? അവൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എന്താന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ SBI പൂട്ടിണ്ടാവും. അവൻ്റെ ഇതാട്ടോ എല്ലാം സാലറി അക്കൗണ്ട് SBI അതാ. അപ്പം ഞാൻ പോയിട്ട് അപ്പോൾ എന്താ പറയുക വന്നീന്. അപ്പം ഞങ്ങൾ പോയിട്ട് ആധാർ കാർഡും ഫോൺ നമ്പറും കൂടി ഒന്ന് ലിങ്ക് ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ കഴിച്ചു തരാം. ഒന്നും മിണ്ടാതിരിക്കട്ടെ ജന്തു. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ. അങ്ങനെ ഡ്രസ്സ് ഏതാ എടുത്തത് കാണണ്ടേ, അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ട് ഏതായിരിക്കും ഡ്രസ്സ് എന്നുള്ളത്? എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രീൻ കളറാണ്. ഇത് ഗ്രീൻ എന്നൊന്നും പറയാനില്ല, ബ്ലാക്ക് എന്നും പറയാൻ. ഏത് കളറാണത്? ഏത് കളറാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതേത് കളറാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇല്ലാത്തൊരു കളറാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ പാടക്ക് ഫോൺ ഓഫ് ആക്കിയപ്പം സ്ക്രീനിൽ ഇതേ മോഡലൊരു ഫോട്ടോ തെളിഞ്ഞു. എനിക്കില്ലാത്ത കളറാണെന്ന് പറഞ്ഞ് വഴിലോട്ട് ഇട്ടിട്ടേ ഉണ്ട്. അന്നപ്പോ ഇത് ഓർമ്മയായത്. എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു ഗൗൺ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഏതായാലും ഇതാണ് ഡ്രസ് എടുത്തത്. അപ്പൊ ഷോപ്പിംഗ് വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് ആരോട് ഷെയർ ചെയ്യാനാ, അതുകൊണ്ട് നിങ്ങൾ ഷെയർ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ.